ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് കമ്പനികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് മാൻ പവറിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ജെൻസി എംപ്ലോയീസ് വന്ന സ്ഥിതിക്ക് ജെൻസി എന്ന ജനറേഷനിലുള്ള ഈ പുതിയ ജനറേഷനിലുള്ള കുട്ടികളൊക്കെ ഒരുപാട് ജോലിക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അവർക്ക് പ്രയോറിറ്റി ഉള്ള ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. അതിന് ഫോക്കസ് കൊടുത്തില്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. പണ്ട് കാലത്തുള്ള എല്ലാ ആളുകളെയും നമുക്ക് ഒരു പരിധിവരെ പണം ഉപയോഗിച്ച് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇനി ജെൻസി എംപ്ലോയീസിനെ പണം ഉപയോഗിച്ച് മാത്രം മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. പണം തീർച്ചയായിട്ടും ഒരു ഫാക്ടറാണ്, എങ്കിൽ പോലും പണവും സാലറിയും ഒന്നും മാത്രമല്ല ജെൻസി എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ കാര്യം പേർപ്പസ് ഡ്രിവൺ വർക്കാണ്. നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമ്മൾ ചെയ്യുന്ന വർക്ക് ഏതെങ്കിലും ഒരു ലാർജർ കോസിനെ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വർക്കിനകത്ത് എൻ്റെ റോൾ ഇതാണ് എന്നുള്ളൊരു ക്ലാരിറ്റി, എന്തിനു വേണ്ടിയാണ് ഈ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ, ഇതെല്ലാം ജെൻസി എംപ്ലോയീസിന് മസ്റ്റാണ്. കാരണം വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് കുറച്ചുകൂടി ബിഗ്ഗർ ആയിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. അതിന് കാരണം ഈ ഇൻഫോർമേഷൻ ഹോളോകാസ്റ്റ് ഒക്കെയാണ്. അതായത് ഇൻഫോർമേഷൻ്റെ കുത്തൊഴുക്ക്. അവർക്ക് ഇഷ്ടം പോലെ ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. അവർക്ക് ഈ ലോകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ഈ ലോകത്ത് അവരെവിടെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ താല്പര്യങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്ന തരത്തിൽ ഒരു പേർപ്പസ് ഡ്രിവൺ വർക്ക് ഉണ്ടാക്കിയെടുക്കുക, അവർക്ക് കൃത്യമായി വർക്കിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തു കൊടുക്കുക, അവരുടെ KRIs, KPIs എന്നിവ ക്ലാരിറ്റിയിൽ അവർക്ക് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. മാത്രമല്ല ഒരു ബ്രോഡർ ക്യാൻവാസിൽ എന്താണ് വർക്കെന്നും എന്താണ് കമ്പനി എന്നും അവർ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ബ്രോഡറായി ചിന്തിക്കുന്ന ജനറേഷനെ ഡീൽ ചെയ്യാൻ വളരെ ബ്രോഡറായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കമ്പനിയുടെ ഭാഗത്തു നിന്നും ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം ഫ്ലെക്സിബിലിറ്റിയും വർക്ക് ലൈഫ് ബാലൻസുമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇവർ വളരെ ഫ്ലെക്സിബിൾ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, ഇവർ ഫ്രീഡം ആഗ്രഹിക്കുന്ന ആളുകളാണ്, ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാകും, ആ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇവർക്ക് ട്രാവൽ പ്ലാൻസ് ഉണ്ടാവും, അവരുടെ ട്രാവൽ അവർ കോംപ്രമൈസ് ചെയ്യാൻ റെഡി ആവണമെന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് ഇൻട്രസ്റ്റുകൾ ഉള്ളവരാണ്. പണ്ടുള്ള ആളുകൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിരുന്നെങ്കിൽ പുതിയ ജനറേഷൻ എത്രയൊന്നും സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് കൾച്ചർ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഒപ്പം തന്നെ വർക്ക് ലൈഫ് ബാലൻസിന് വേണ്ടിയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള HR പോളിസീസ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതും പ്രധാനമാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ വർക്ക് അറ്റ്മോസ്ഫിയർ ഇൻട്രസ്റ്റിങ്ങും ഫണ്ണും ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ഫ്ലെക്സിബിലിറ്റിയും വർക്ക് ലൈഫ് ബാലൻസും ഒക്കെ ഒരുപക്ഷെ അവിടെ തന്നെ നിങ്ങളുടെ ആ വർക്ക് പ്ലേസിൽ തന്നെ ഒരുപാട് അവർക്ക് കിട്ടുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ജെൻസി എംപ്ലോയീസ് നിങ്ങളുടെ കൂടെ ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ തയ്യാറാവുകയും ചെയ്യും. അതർവൈസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ ഇനി ജെൻസി എംപ്ലോയീസിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ദുഷ്കരമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അടുത്തത് കണ്ടിന്യൂവസ് ലേണിങ്ങും ഗ്രോത്തുമാണ്. അതായത് വെറുതെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ കുറേ കാലം ഒരു ഗവൺമെൻറ് എംപ്ലോയിയെ പോലെയൊക്കെ, എല്ലാ ഗവൺമെൻറ് എംപ്ലോയീസിനും അടച്ചു പറയുകയല്ല, എങ്കിൽ പോലും സാധാരണ ഒരു ഗവൺമെൻറ് ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്, എംപ്ലോയി ആറ്റിറ്റ്യൂഡ് അതാണ്. ഇങ്ങനെയൊക്കെ അങ്ങ് ഇരുന്ന് പോകാം ജീവിതാവസാനം വരെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്നവരായിരിക്കില്ല ഈ ജെൻസി എംപ്ലോയീസ്. അവർക്ക് പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും പഠിക്കാനും ഒക്കെ താല്പര്യമുണ്ട്, ആവേശമുണ്ട്. കാരണം അവർ ജനിച്ചു വളർന്നത് അത്തരമൊരു യുഗത്തിലാണ്, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു യുഗത്തിൽ, ടെക്നോളജി ഓരോ ദിവസവും മാറി മറിയുന്ന ഒരു യുഗത്തിൽ. അപ്പോൾ അത്തരത്തിൽ വളരെ സ്പീഡായിട്ടുള്ള ഒരു യുഗത്തിൽ ജീവിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹം കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, അറിയുക, കൂടുതൽ വിശാലമായിട്ട് ഇതിനെ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെയാണ്. വലിയ ഒരു ഗ്രോത്തിലേക്ക് പോകണമെന്നുള്ള ശക്തമായ ആഗ്രഹവും ഇവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനീഷ്യലി ചെറിയ രീതിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ അവർ തയ്യാറാണ്. പക്ഷേ അവർക്ക് കൃത്യമായിട്ടുള്ള ഗ്രോത്ത് പാത്ത് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ കൂടി കമ്പനികൾ തയ്യാറാവണം. അപ്പോൾ 5, 6, 10 ഒക്കെ വർഷം കഴിയുമ്പോൾ ഞങ്ങൾ എവിടെ എത്തും എന്നുള്ള ധാരണ ഈ എംപ്ലോയീസിന് ഉണ്ടാകണം. അപ്പോൾ ആ രീതിയിൽ കൂടി അവരുടെ കരിയർ പാത്ത് ഡിസൈൻ ചെയ്യുന്നതിൽ കമ്പനീസ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നാലാമത്തെ കാര്യം റെക്കഗ്നിഷനും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഫീഡ്ബാക്കുമാണ്. പണ്ടത്തെ പോലെ ഒരുപാട് കാലം വെയിറ്റ് ചെയ്തുകൊണ്ട് ഒരു വർഷമൊക്കെ കാത്തിരുന്ന് അവരുടെ ഒരു പെർഫോമൻസ് അപ്രൈസൽ എന്നുള്ളതിനേക്കാളും ഇന്നിപ്പോൾ റിയൽ ടൈമായിട്ട് ഇവരുടെ പെർഫോമൻസും ഇവരുടെ രീതികളും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരുപാട് ടെക്നോളജി അടക്കമുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ മോട്ടിവേറ്റ് ചെയ്യാനാണെങ്കിലും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മോട്ടിവേഷനും ഇൻസ്റ്റന്റ് ഫീഡ്ബാക്കും ഒക്കെ അവർക്ക് ആവശ്യമാണ്. അത് വളരെ പ്രസക്തമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഫീഡ്ബാക്ക് കൊടുക്കുക, എത്രയും പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്കൊക്കെ ജെൻസി എംപ്ലോയീസ് മാറുന്നുണ്ട്.
ഈ 4 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഈ 4 കാര്യങ്ങൾ HR പോളിസീസിൽ ഉൾപ്പെടുത്താതെ ഇനി കമ്പനികൾക്ക് മുന്നോട്ട് പോകുന്നത് അത്ര എളുപ്പമാവില്ല. കാരണം പുതിയ ആളുകളെല്ലാം ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ബ്രോഡർ ആയിട്ടുള്ള HR പോളിസീസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്, ഇവരെല്ലാം അത്യാവശ്യം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളാണ് ജോലിയുടെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല HR പോളിസി ഉണ്ടെങ്കിൽ നല്ല എംപ്ലോയീസിനെ കിട്ടുകയും അവരെ ഒരുപാട് കാലം കൂടെ നിർത്താൻ സാധിക്കുകയും ചെയ്യും. ഓൾ ദി ബെസ്റ്റ്.